ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും വലിയൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ കൊച്ചു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനര. അപ്പോൾ ഇപ്പോൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ നരകളുള്ളവരൊക്കെ കെമിക്കൽ ഹെയർ ഡൈ ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യണത് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മുടിക്ക് കറുപ്പ് കിട്ടുകയും ചെയ്യും, അതുപോലെ അലർജി നീർക്കെട്ടോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലത്തെ പൗഡർ ഒന്ന് സ്റ്റോർ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. കലക്കി അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന കടുക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞാനൊരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത് ഉണക്കനെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കനെല്ലിക്കയൊക്കെ ഇട്ട് കൊടുക്കണം നല്ല രീതിയിലൊരു കറുപ്പ് കിട്ടാനാണ്. ഇതൊന്നും ഇല്ല, നമുക്ക് കടുക് മാത്രമാണെങ്കിലും നമുക്ക് മതി. ഇപ്പം ഞാൻ ഉലുവയും അതുപോലെ കരിഞ്ചീരകവും കുറച്ച് ഉണക്കനെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നന്നായിട്ട് മുടി ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ നന്നായിട്ട് മുടി കറക്കാനും അകാലനര മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകാണ്. എപ്പോഴും നമ്മുടെ കിച്ചണിൽ ആവശ്യമുള്ളൊരു സാധനമാണല്ലോ കടുക്. അപ്പോൾ കടുക് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിനകത്ത് അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മുടിക്ക് പെട്ടെന്നൊരു കറുപ്പ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കടുക്. അപ്പോൾ കടുക് വെച്ചിട്ടുള്ള എണ്ണയൊക്കെ നമ്മൾ കടുക് എണ്ണയൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെ കടുക് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ അകാലനരയൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇതുപോലെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് എടുക്കുക, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പില ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ കറിവേപ്പിലൊക്കെ നല്ല രീതിയിൽ അങ്ങ് ഇലകളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുമെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ജസ്റ്റ് വെള്ളമയം പോയതിന് ശേഷം നമുക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില വെച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്താണെങ്കിലും നമ്മൾ കറിവേപ്പില എടുക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു പൗഡർ ഫോമിലാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ അകാലനര മാറാൻ വേണ്ടിയിട്ട്. നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ കുറേ വാങ്ങിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഡേ റിസൾട്ട് കിട്ടുമെങ്കിൽ പിന്നീട് നമുക്കത് ഒരു നരയാണെങ്കിൽ അത് ഇരട്ടി നര വരാനായിട്ട് കൂടും. അപ്പോൾ അതിന് നല്ലത് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡൈ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പ്രത്യേകിച്ച് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനത്തെ പാക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ ചെറിയ നരകൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത് കുറഞ്ഞു വരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പരമാവധി നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈസ് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡേ ചില ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ഹെയർ ഡൈ കൂടുതൽ ചെയ്യുന്നവരെ ഹെയറിൽ ഇതുപോലെ നാച്ചുറൽ ഹെയർ ഡൈ ട്രൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുടി നരച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ട്രൈ ചെയ്ത് അത് ഗ്രാജുവലി മുടി കറുപ്പിക്കാൻ തന്നെ നോക്കുക. അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മൾ കെമിക്കൽ ഹെയർ ഡൈയുടെ പുറകെ പോയിട്ട് അത് അപ്ലൈ ചെയ്യരുത്. നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരാനും പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് കെമിക്കൽ ഹെയർ ഡൈ കാരണം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ അതുപോലെ നരകൾ കൂടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ ആയുർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഡൈകൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ചൂടായി നല്ല ആ ഒരു ബ്ലാക്ക് കളറിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് പിടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടണം. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉണക്കനെല്ലിക്കയും കരിഞ്ചീരകവും മെയിനായിട്ട് കടുകും. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഉണക്കനെല്ലിക്ക അതുപോലെ കരിഞ്ചീരകം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കടുകും കറിവേപ്പിലയും മാത്രം മതി. ആ ഒരു മിക്സ് മാത്രം പൊടിച്ച് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു തണുത്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് നല്ല പൗഡർ ഫോമിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ഇത് നമുക്ക് എത്ര മാസം കാലങ്ങൾ വേണമെങ്കിലും നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ആണെങ്കിലും ആഴ്ചയിൽ 2-3 വട്ടമാണെങ്കിലും നമുക്ക് ഓരോ സ്പൂൺ എടുത്തിട്ട് കുറച്ച് നരമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് വരികയും ചെയ്യും. അതുപോലെ കംപ്ലീറ്റ് നരകൾ മാറാനും ഈ ഒരു പാക്ക് നല്ലതാണ്. അപ്പോൾ കടുക് ആയതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ടായിരുന്നു നര മാറുമെന്ന്, പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മീശ താടി അങ്ങനെയുള്ളതൊക്കെ കറുപ്പിക്കാനും നമ്മുടെ കടുക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുറേ വീഡിയോസിൽ പല രീതിയിലുള്ള ഹെയർ ഡൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. കെമിക്കൽ ഹെയർ ഡൈ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രാജുവലി കറുപ്പിക്കുന്ന വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ച് ഏതാണ് പറ്റുന്നത് അത് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ പൊടി ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അലോവേര ജെൽ ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് കൊടുക്കാം, അല്ലെങ്കിൽ കടുകെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നരയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഓയിലിൻ്റെ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും, പക്ഷേ ഇത് കുഴപ്പമില്ല, ഇത് കറക്റ്റായിട്ട് മുടിയിലോട്ട് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള നര മാറാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് എണ്ണമയോ ഇല്ലാത്ത ഒരു മുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് മുടിയിൽ ചെറുതായിട്ട് ഒട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് മൈൽഡായിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള എന്തെങ്കിലും താളിപ്പൊടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഹോം മെയ്ഡായിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് താളിയൊക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് വരും. പിന്നെ പെട്ടെന്ന് തന്നെ നരയും മാറും. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഓയിൽ മിക്സ്, ഇപ്പോൾ ഈ ഓയിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് കട്ടൻ ചായയുടെ വെള്ളം അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലവരുടെ മുടിയിൽ ഇങ്ങനെ നമ്മൾ അലോവേര ജെൽ ഒഴിക്കുമ്പോൾ മുടിയിൽ ഒട്ടുന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളം ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നീർക്കെട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ പച്ചക്കർപ്പൂരം കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് നീർക്കെട്ടും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. അപ്പോൾ കടുക് വെച്ചിട്ടുള്ള ഹെയർ ഡൈ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മുടി കറുപ്പിക്കാനും അതുപോലെ ചെറിയ ചെറിയ നരകൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കെമിക്കൽ ഹെയർ ഡൈ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത തവണ ഇതിൽ നല്ല വീഡിയോ കാണാം.